നമുക്ക് ആദ്യം ഇലക്ട്രിസിറ്റി എന്താണെന്നുള്ള ഡെഫിനേഷൻ ഒന്ന് നോക്കാം. അതിനുശേഷം സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്നുള്ള ടോപ്പിക്കിലേക്ക് പോകാം. ഫസ്റ്റ് ഇലക്ട്രിസിറ്റിയുടെ ഡെഫിനേഷൻ പറയാം. ദ ഫോം ഓഫ് എനർജി പ്രൊഡ്യൂസ്ഡ് ബൈ ദി ഫ്ലോ ഓഫ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഈസ് കോൾഡ് ഇലക്ട്രിസിറ്റി. ദാറ്റ് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ചാർജ് ഉള്ള പാർട്ടിക്കിൾസിന്റെ ഫ്ലോയിൽ നിന്നുണ്ടാകുന്ന എനർജി ഫോം ആകുന്നു വൈദ്യുതി. നെക്സ്റ്റ് നമുക്ക് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്നുള്ള ടോപ്പിക്കിലേക്ക് പോകാം. വരണ്ട കാലാവസ്ഥയുള്ള സമയങ്ങളിൽ സിന്തറ്റിക് ക്ലോത്ത്, സ്വെറ്റർ എന്നിവ ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും അതുപോലെ ഉഷ്ണകാലത്ത് പോളിസ്റ്റർ പോലത്തെ വസ്ത്രങ്ങൾ അയൺ ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന പൊട്ടൽ ശബ്ദം, അതായത് ക്രാക്കിംഗ് സൗണ്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അല്ലേ? അതിന് കാരണം എന്താണെന്ന് പറയാം. ഇൻസുലേറ്റിംഗ് സർഫസസ് റബ്ബ് ചെയ്യുമ്പോൾ സ്റ്റോർ ചെയ്യുന്ന ഇലക്ട്രിക് ചാർജസ് നമ്മുടെ ബോഡിയിലൂടെ ഡിസ്ചാർജ് ചെയ്യുന്നതാണ് ഇതിന് കാരണം. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയുടെ പ്രൊഡക്ഷൻ മൂലമാണ് ഇത് സംഭവിക്കുന്നത്. ഓക്കെ, ചാർജസ് ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ് ഈസ് ഈക്വൽ ടു 1.6 ഇൻറ്റു 10⁻⁻19 കൂളോം ആകുന്നു. 1 കൂളോം ഈസ് ഈക്വൽ ടു 6.25 ഇൻറ്റു 10⁻18 ഇലക്ട്രോൺസിന്റെ ചാർജ് ആകുന്നു. പോസിറ്റീവ് ചാർജ് അയോൺസിനെ കാറ്റയോൺ എന്നാണ് പറയുന്നത്. നെഗറ്റീവ് ചാർജ് അയോൺസിനെ ആനയോൺ എന്ന് പറയുന്നു. ഇതിന്റെ കൂടെ വേറൊരു കാര്യം കൂടി പറയാം. ഗാൽവാനിക് സെല്ലിൽ ആനോഡിന്റെ ചാർജ് നെഗറ്റീവ് ആകുന്നു, കാഥോഡിന്റെ ചാർജ് പോസിറ്റീവ് ആകുന്നു. ഗാൽവാനിക് സെല്ലിൽ ആനോഡ് നെഗറ്റീവും കാഥോഡ് പോസിറ്റീവുമാണ്. എന്നാൽ ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ ആനോഡ് പോസിറ്റീവും കാഥോഡ് നെഗറ്റീവുമാണ്. ദെൻ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്തുന്ന ടൈമിൽ ഇരുമ്പ് വളയിൽ ഗോൾഡ് കവറിംഗ് നടത്തണം എന്നുണ്ടെങ്കിൽ ഇരുമ്പ് വള നെഗറ്റീവ് ടെർമിനലിനോടും ഗോൾഡ് റോഡ് പോസിറ്റീവ് ടെർമിനലിനോടും കൊടുക്കണം. പിന്നെ ഒരു ജനറൽ ഫാക്ട് കൂടി പറയാനുണ്ട്. ഓക്സിഡേഷൻ നടക്കുന്നത് എവിടെയാണോ അതാണ് ആനോഡ്, എവിടെയാണോ റിഡക്ഷൻ നടക്കുന്നത് അത് കാഥോഡായിട്ടും എടുക്കാം. അപ്പോൾ ഒന്നുകൂടി പറയാം. പോസിറ്റീവ് ചാർജ് അയോൺസിനെ കാറ്റയോൺസ് എന്ന് പറയുന്നു, നെഗറ്റീവ് ചാർജ് അയോൺസിനെ ആനയോൺസ് എന്ന് പറയുന്നു. ഗാൽവാനിക് സെല്ലിൽ ആനോഡിന്റെ ചാർജ് നെഗറ്റീവും കാഥോഡിന്റേത് പോസിറ്റീവും ആകുന്നു. ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ ആനോഡ് പോസിറ്റീവും കാഥോഡ് നെഗറ്റീവും ആകുന്നു. ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്തുന്ന ടൈമിൽ നമ്മൾ എന്തിലേക്കാണോ കോട്ട് ചെയ്യുന്നത്, ഇപ്പോൾ ഇരുമ്പ് വളയിലേക്ക് ഗോൾഡ് ആണ് കോട്ട് ചെയ്യുന്നതെങ്കിൽ ആ ഇരുമ്പ് വള നെഗറ്റീവ് ടെർമിനലോട് അറ്റാച്ച് ചെയ്തിരിക്കണം, ഗോൾഡ് റോഡ് പോസിറ്റീവ് ടെർമിനലോടും കൊടുക്കണം. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ചാർജുള്ള ഒബ്ജക്റ്റ് ചാർജ് ഇല്ലാത്ത ഒബ്ജക്ട്സിനെയും അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ചാർജുള്ള ഒബ്ജക്ട്സിനെയും അട്രാക്ട് ചെയ്യുന്നു. ഓക്കെ, ചാർജുള്ള ഒരു വസ്തു ചാർജ് ഇല്ലാത്ത വസ്തുക്കളെ അട്രാക്ട് ചെയ്യും, അതുപോലെ അതിന്റെ ഓപ്പോസിറ്റ് ചാർജുള്ള വസ്തുക്കളെയും അട്രാക്ട് ചെയ്യും. ചാർജസിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് പ്രോപ്പർട്ടി ആകുന്നു അഡിറ്റിവിറ്റി ഓഫ് ചാർജ്, രണ്ടാമത്തെ പ്രോപ്പർട്ടി ആകുന്നു ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്, ദാറ്റ് ഈസ് Q ഈസ് ഈക്വൽ ടു NE. മൂന്നാമത്തെ പ്രോപ്പർട്ടി ആകുന്നു കൺസർവേഷൻ ഓഫ് എനർജി പോലെ കൺസർവേഷൻ ഓഫ് മൊമെന്റം പോലെ ചാർജിനുള്ള ഒരു പ്രോപ്പർട്ടി ആകുന്നു കൺസർവേഷൻ ഓഫ് ചാർജ്.